ഇന്ന് ഞാനൊരു കേസ് സിനാരിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. 35 വയസ്സുള്ള ഷെർലിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ സ്ട്രെസ്സാണ്. ഡെയിലി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അവർ സ്ട്രെസ് അടിക്കാൻ, ഇറിറ്റബിൾ ആവാൻ. ഒരു ദിവസം അവർക്ക് കാഴ്ച മങ്ങുന്നത് പോലെ തോന്നി. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനൊക്കെ കേർവ്ഡായിട്ട് ഫീൽ ചെയ്തു. കളർ ഡൾനെസ്സും അനുഭവപ്പെട്ടു. അവർ ഉടൻ തന്നെ ഒഫ്താൽമോളജിസ്റ്റിനെ പോയി കണ്ടു. ആൻഡ് ഷി വാസ് ഡയഗ്നോസ്ഡ് ടു ഹാവ് CSR, സെൻട്രൽ സിറസ് കൊറോയിഡ് റെറ്റിനോപ്പതി. എന്താണ് CSR? ഞരമ്പിൽ കാഴ്ച നൽകുന്ന ഒത്ത ഭാഗത്ത് നീര് വയ്ക്കുന്നതിനെയാണ് CSR എന്ന് പറയുന്നത്. അത് പല കാരണം കൊണ്ടാകാം. അതായത് സ്ട്രെസ്സ് കൊണ്ടാകാം, അതുപോലെ തന്നെ സ്റ്റിറോയിഡ് കഴിക്കുന്നതോ ഉപയോഗിക്കുന്നതോ കൊണ്ടാവാം. കണ്ണിൽ ഇഞ്ചക്ഷൻ വെക്കുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ CSR വരാൻ കാരണമാണ്. അതിൻ്റെ സിംറ്റംസ് ആണ് ഈ പറഞ്ഞത്. അതായത് കാഴ്ച കുറയുക, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് കേർവ്ഡായിട്ട് ഫീൽ ചെയ്യുക, വലിയ ഒബ്ജക്റ്റുകൾ ചെറിയ സൈസിൽ ഫീൽ ചെയ്യുക, കളർ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുക, ഡള്ളായിട്ട് ഫീൽ ചെയ്യുക. ആംസ്റ്റർ ഗ്രിഡ് ടെസ്റ്റ്, OCT, FAF ഈ വഴിയൊക്കെയാണ്, ഈ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ CSR കൺഫേം ചെയ്യുന്നത്. ഇത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. 3 months കൊണ്ട് യൂഷ്വലി ഇത് റിസോൾവ് ചെയ്ത് പോകും. 3 months കഴിഞ്ഞിട്ടും നിൽക്കുന്നു, അല്ലെങ്കിൽ 6 മാസമായിട്ടും അത് മാറണില്ല എന്നാണെങ്കിൽ ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നു എന്നാണെങ്കിൽ ലേസറാണ് ഇതിൻ്റെ ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ്. കണ്ണിൽ നമ്മൾ രക്ഷിക്കാനായിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കഴിക്കും. പക്ഷെ നമ്മളുടെ മെൻ്റൽ ഹെൽത്തും കാഴ്ചയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യാൻ, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നോർമലൈസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? റീഡിങ്, ഹോബീസിനെ പിന്തുടരുക, റീഡിങ് ഹോബിയാക്കുക. അതുപോലെ തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഓക്കെ ആക്കി വെക്കാമോ അതൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. സ്റ്റേ റിലാക്സ് ആൻഡ് സ്റ്റേ ഹെൽത്തി.